ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാടാ പഠിച്ചേ? 15ാമത്തെ ലെസൺ അല്ലേ? എന്താണ്? ഇന്ത്യ നമ്മുടെ നാട് അല്ലേ? ഭാരതം നമ്മുടെ നാടാണ് എന്ന് പഠിച്ചത് അല്ലേ? ഇന്ത്യയുടെ മറ്റൊരു പേര് ഭാരതം എന്നാണ് കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ ത്രിവർണ പതാകയെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഏതൊക്കെ കളറിലാണ് ത്രിവർണ പതാക ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ? അതിന്റെ ഇടയിൽ അശോക സ്തംഭം ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അപ്പോ അതിനെ പറ്റി ഒരു പാട്ട് പഠിച്ചു. എന്താണ്? പാറുക വർണ്ണ പതാകേ മേന്മേലുയരുക വർണ്ണ പതാകേ അല്ലേ? രണ്ട് ലൈൻ പദ്യം പഠിച്ചു. എല്ലാവരും വായിച്ചിട്ടുണ്ടായിരുന്നോ? പാറുക വർണ്ണ പതാകേ മേന്മേലുയരുക വർണ്ണ പതാകേ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? നെക്സ്റ്റ് പേജിൽ എന്തായിരുന്നു പഠിച്ചത്? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 55-ഉം 54-ഉം 55-ഉം ആയിട്ടാണ് ഇപ്പൊ മിസ് പറയുന്നത് അല്ലേ? ഓക്കെ, അതിൽ ഗാന്ധിജീനെ പറ്റി പഠിച്ചു അല്ലെ? എന്തൊക്കെയാ പഠിച്ചത്? ഗാന്ധിജി ആരാണെന്ന് പഠിച്ചു അല്ലെ? ഗാന്ധിജിനെ കുട്ടികളെ സ്നേഹത്തോടെ എന്ത് വിളിക്കുന്നു പറഞ്ഞു? പിന്നെന്ത് പറഞ്ഞു? വെള്ളക്കാർക്കെതിരെ ധീരമായി പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് പറഞ്ഞു. ആരിൽ നിന്നായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചത്? ആരിൽ നിന്നാ സ്വാതന്ത്ര്യം ലഭിച്ചത് ഐഫുന? ഗാന്ധിജി. അതെ, ആരിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? ഗാന്ധിജി പോരാടിയല്ലേ? എന്റെ തലവനായിരുന്നു ഗാന്ധിജി എന്ന് പറഞ്ഞു. നേതാവായിരുന്നു ഗാന്ധിജി. ആരിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? വെള്ളക്കാരിൽ നിന്നല്ലേ? ഓക്കെ, വെള്ളക്കാരിൽ നിന്നും അല്ലെ? ബ്രിട്ടീഷുകാരിൽ നിന്നുമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? എപ്പോഴാണ് റിച്ചാർഡ്? എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? ഓഗസ്റ്റ് 15-ന്. 1947 അല്ലെ? 1947 47 ഓഗസ്റ്റ് 15-നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അല്ലെ? ആരിൽ നിന്ന്? ഇംഗ്ലീഷുകാരിൽ നിന്നും അല്ലെ? ബ്രിട്ടീഷുകാരിൽ നിന്നുമാണ് നമുക്ക്. അത്ര കാലം എങ്ങനെയായിരുന്നു? നമ്മളെ അവരെ അടിമകളാക്കി വെച്ചതായിരുന്നു. അവരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അല്ലെ? അതിന് പോരാടിയ ധീരദേശാഭിമാനികളിലെ നേതാവായിരുന്നു ആര്? ഗാന്ധിജി അല്ലെ? ഗാന്ധിജി അഹിംസ എന്ന മാർഗത്തിലൂടെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് അല്ലെ? അതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. കുട്ടികൾ എന്താണ് സ്നേഹപൂർവം ഗാന്ധിജിയെ വിളിച്ചത്? എങ്ങനെയായിരുന്നു? നിയ? ബാപ്പുജി. ബാപ്പുജി എന്ന് വിളിച്ചു അല്ലെ? സ്നേഹത്തോടെ നമ്മളെ കുട്ടികൾ എന്ത് വിളിച്ചു? ബാപ്പുജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. ഇതൊക്കെയായിരുന്നു നമ്മൾ ഗാന്ധിജീനെ പറ്റിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണെന്നറിയോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെ? മഹാത്മാഗാന്ധി എന്നും വിളിക്കാറുണ്ട് നമ്മളെ. ഗാന്ധിജി, ബാപ്പുജി അല്ലെ? ഇതൊക്കെ വിളിക്കാം. അപ്പോ ഗാന്ധിജീനെ പറ്റിയും ത്രിവർണ പതാകയെ പറ്റിയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാണ് കേട്ടോ. അപ്പോ ആദ്യം നമ്മള് ത്രിവർണ പതാകനെ പറ്റി പഠിച്ചു അല്ലെ? പാറുക വർണ്ണ പതാകേ മേന്മേലുയരുക വർണ്ണ പതാകേ. നെക്സ്റ്റ് ഗാന്ധിജി. ശ്രദ്ധിക്കുക, ഗാന്ധിജിനെ കണ്ടോ നിങ്ങള്? മിഗ്ദാദ് ശ്രദ്ധിക്കുന്നില്ലേ? പേജ് നമ്പർ 55 നോക്കിയേ. ഇവിടെ ശ്രദ്ധിക്കണേ, എല്ലാവരും നല്ല നീറ്റിലിരുന്നേ. എങ്ങനെയാ നമ്മള് ക്ലാസ്സിൽ ഇരിക്കുക? നീറ്റിലിരിക്കണ്ടേ അല്ലേ? അപ്പോ അടുത്ത ഗാന്ധിജി എന്നാണ്. അതൊന്നുകൂടി മിസ് വായിക്കാം. കുട്ടികൾ ഗാന്ധിജിയെ ബാപ്പുജി എന്ന് വിളിക്കുന്നു. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സത്യം മാത്രം പറഞ്ഞു. വെള്ളക്കാർക്കെതിരെ ധീരമായി സമരം ചെയ്തു. അദ്ദേഹമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ്. അഹിംസയായിരുന്നു സമരമാർഗം അല്ലെ? അഹിംസയായിരുന്നു സമരമാർഗം. അങ്ങനെ നമ്മുടെ നാട് സ്വതന്ത്രമായി. അതുകൊണ്ട് ഗാന്ധിജിയാണ്, എന്താണ് നമ്മൾ ഗാന്ധിജിയെ വിളിക്കുന്നത്? രാഷ്ട്രപിതാവ് അല്ലെ? ഫാദർ ഓഫ് അവർ നാഷൻ എന്നറിയപ്പെടുന്ന ആരാ? ഗാന്ധിജി. ഇപ്പൊ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഓക്കെ, അത്ര വരെ ക്ലിയർ ആയോ? ടെക്സ്റ്റ് വായിച്ചായിരുന്നു എല്ലാവരും? ഓ, ടെക്സ്റ്റ് വായിച്ചോ എല്ലാ മക്കളും? എന്താണ് ആയിഷ, ഇറക്കം തൂക്കുന്നുണ്ടോ?
അപ്പൊ നെക്സ്റ്റ് പേജ് എന്താണ്? നെക്സ്റ്റ് പേജ് നോക്കിയേ, 56, പേജ് നമ്പർ 56 അല്ലെ? എല്ലാവരും ശ്രദ്ധിക്കുക. എന്താ പറയുന്നത്? പകർത്തി എഴുതാം. എന്താ പകർത്തി എഴുതേണ്ടത്? എന്താ അത് വായിക്കുക? ഫസ്റ്റ് വൺ എന്താണ് വായിക്കുക? അതാണ് ആ കോളത്തിലേക്ക് പകർത്തി എഴുതേണ്ടത്. മിസ് ചോദിക്കുന്നവര് വായിക്കണം. ഓക്കെ, എന്താ അനുഗ്രഹ? അത് വായിക്കുക മോളെ. ഫസ്റ്റിൽ എന്താ എഴുതിയത്? അവിടെ നോക്കിയേ, നോക്കി വായിച്ചാൽ മതി. അൺമ്യൂട്ട് ചെയ്യും മോളെ. എന്താ വായിക്കുക അത്? അനുഗ്രഹ കുട്ടി, പ്ലീസ് അൺമ്യൂട്ട്. എന്താ വായിക്കുക? പേജ് നമ്പർ 56-ല് 56-ാമത്തെ പേജില് പകർത്തി എഴുതാമെന്നുണ്ട്. കണ്ടോ നിങ്ങള്? കണ്ടോ മോള്? അതില് ഫസ്റ്റ് എന്താ വായിക്കുക? ആ, എന്ത്? ഗാന്ധിജി അല്ലേ? അത് മതി, അത് വായിച്ചാൽ മതി. ഗാന്ധിജി. അപ്പൊ അത് പകർത്തി എഴുതിക്കോ. ആ കോളത്തിൽ നിങ്ങൾ എഴുതിക്കോ ഗാന്ധിജി. ഗാന്ധി, എന്താ കണ്ടോ? ഗാന്ധിജി, ഗാന്ധിജി. ശ്രദ്ധിച്ചെഴുതണേ. ആ ചിഹ്നൂടണം, എന്താ എഴുതണം, ഈ ചിഹ്നൂടണം, ജാ എഴുതുക, ഈ ചിഹ്നുക. മിഗ്ദാദേ, എന്ത് എഴുതാത്ത മിഗ്ദാദേ? മിഗ്ദാദ് എഴുതുന്നുണ്ടോ? കാണുന്നില്ലല്ലോ മിസ് എഴുതുന്നത്. എഴുതിക്കോ. ഗാന്ധിജി എഴുത്. എവിടെ നോക്കട്ടെ, എഴുതിയോ? സമയത്തിന് എഴുതണം കേട്ടോ. നെക്സ്റ്റ് എന്താണ് വായിക്കുക? എന്താ വായിക്കുക ഹാദിയ? ഹാദിയ കുട്ടി എന്താ വായിക്കുക? അത് അൺമ്യൂട്ട് ചെയ്തേ. ആ, വായിച്ചേ. അടുത്ത എന്താ വായിക്കുക? ഓക്കെ, വെള്ള. വായിച്ചോ, കൂട്ടി വായിച്ചോ. വെള്ളക്കാർ. ഓക്കെ, വെള്ളക്കാർ എന്നാണ് എഴുതേണ്ടത്. അടുത്ത കോളത്തിൽ എഴുതിക്കോ വെള്ളക്കാർ. 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 അനാമിക എഴുതിയോ? അനാമിക ഓക്കെ, വെള്ളക്കാർ. നെക്സ്റ്റ് കഴിഞ്ഞോ? ഫിനിഷ് ആണോ മക്കളെ? എഴുതി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്താ വായിക്കുക? ഷഹ്ബറ എന്താ വായിക്കുക? നോക്കി വായിച്ചാൽ മതി. അതില് അല്ലെ? ടാക്ക് ആ ചിഹ്നുട്ട ട്ര എന്ന് വായിക്കും. രാഷ്ട്രപിതാവ്. രാഷ്ട്രപിതാവ്. ഓക്കെ, എന്താണ് വായിക്കുക? രാഷ്ട്രപിതാവ്. എഴുതിക്കോ, രാഷ്ട്രപിതാവ്. നോക്കി എഴുതണേ, തെറ്റിക്കരുത്. രാഷ്ട്രപിതാവ്. അസ്ലഹ എഴുതുന്നുണ്ടോ മോളെ? അസ്ലഹ കേറുന്നുണ്ടല്ലേ ഇപ്പൊ? ക്ലിയർ ആയോ? ഫോൺ ക്ലിയർ ആയോ? ഓക്കെ, കേറിക്കോട്ടെ മോളെ. രാഷ്ട്രപിതാവ് അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് അവിടെ എഴുതാനുള്ളത് എന്താണ് വായിക്കുക? എന്താ നാസ മറിയം അത് വായിക്കുക? നാസ വായിച്ചേ മോളെ, അത് അൺമ്യൂട്ട് ചെയ്തിട്ട്. നാസക്ക് കേൾക്കുന്നില്ലേ? നാസ മറിയം ഇതൊന്നും അറിയുന്നില്ലേ? എന്നാ അൺമ്യൂട്ട് ചെയ്തേ മോളെ. നാസക്ക് കേൾക്കുന്നുണ്ടോ നാസ മറിയം?
ഇല്ല, ഒരു പ്രതികരണമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താ വായിക്കുക? ആദ്യത്തെ നൂബ് എന്താ മോനെ വായിക്കുക? ലാസ്റ്റ് വൺ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം അല്ലെ? സ്വാതന്ത്ര്യം. ഓക്കെ, അതുകൂടി കംപ്ലീറ്റ് ചെയ്തോ. സ്വാതന്ത്ര്യം. ബിയോണ ഫിനിഷ് ആയി അല്ലേ? എഴുതിയോ? സ്വാതന്ത്ര്യം. ഓക്കെ, കഴിഞ്ഞോ മക്കളെ? അപ്പൊ എന്തൊക്കെയാ നമ്മൾ എഴുതിയത്? ഗാന്ധിജി, വെള്ളക്കാർ, രാഷ്ട്രപിതാവ്, സ്വാതന്ത്ര്യം അല്ലെ? സ്വാതന്ത്ര്യം. ഇഷികക്ക് ഇപ്പം ക്ലിയർ ഉണ്ടോ? ഇഷിക രാജ് കേൾക്കുന്നുണ്ടോ? ഇഷികക്ക് ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയോ മോളെ? അപ്പൊ അടുത്ത നമുക്ക് എന്താണ്? കേൾക്കാം രസിക്കാം എന്ന് മറ്റൊരു 4 വരികൾ തന്നിട്ടുണ്ട് അല്ലേ? നമുക്കൊന്ന് പാടാതെ. എല്ലാരും പാടിക്കോ മിസ്സിന്റെ കൂടെ. വരിക വരിക സഹചരേ, സഹന സമര സമയമായി. സഹന സമര സമയമായി, കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകണം അല്ലെ? എന്താ വരികള്? വരിക വരിക സഹചരേ, സഹന സമര സമയമായി, കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. പഠിക്കോ. വരിക വരിക സഹചരേ, സഹന സമര സമയമായി, കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. പഠിച്ചോ? വരിക വരിക സഹചരേ, സഹന സമര സമയമായി, കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം അല്ലേ? മനസ്സിലായോ വരികളെ? വരിക വരിക സഹചരേ, സഹന സമര സമയമായി, കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം അല്ലെ? അംശി നാരായണപ്പള്ളിയുടെ ഒരു കവിതയാണ് അവിടെ അല്ലെ? ഒരു 4 വരികളാണ് ഉള്ളത്. എന്ത്? വരിക വരിക സഹചരേ, സഹന സമര സമയമായി, കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ പാട്ട്? ഉണ്ടോ മക്കളെ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പാട്ട്? ആരും കേട്ടിട്ടില്ല? ഒന്നുകൂടി പാടാ. കൂടെ പാട്. നല്ല ഉഷാറിൽ പാടിയ എല്ലാ മക്കളും. വരിക വരിക സഹചരേ, സഹന സമര സമയമായി, കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. പഠിച്ചോ? പഠിച്ചോ ബിയോണ? ബിയോണ പാടിയ ബിയോണ പഠിച്ചോ? കിട്ടുന്നില്ലേ? ആർക്കറിയാം ഇപ്പൊ ഈ ആര് പഠിച്ചു ഇത്? വരിക വരിക സഹചരേ, സഹന സമര സമയമായി, കരളുറച്ച് കൈകൾ കോർത്ത് പോകണം. നല്ല വൃത്തിയാര് പാടും? അറിയോ? ഓക്കെ, റിച്ചാർഡ് കൈവക്കുന്നുണ്ട്. വരിക വരിക സഹചരേ, സഹന സമര സമയമായി, കരളുറച്ച് കൈകൾ കോർത്തി കാൽനടയ്ക്ക് പോകണം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ഐഫൂന.
വരിക സഹചരെ സമര സഹന സമര സമയമായി. സഹന സമര സമയമായി കരളുറച്ച് കരളുറച്ച് കൈകൾ കോർത്ത് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. പോകണം, നമ്മള് പോകണം എന്നർത്ഥം. പോകണം. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? ഓക്കെ, അലൻ. വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ശിഖാരാജ് പാടുന്നോ? വരിക സഹചരെ സഹന സമര സമയമായി സഹന പോയോ? നെക്സ്റ്റ് ആർക്കെങ്കിലും പാടണം താല്പര്യമുണ്ടോ? ഓക്കെ, മുക്താസിമുണ്ട്. നമ്മുടെ ദേശത്തിനെ പറ്റിയുള്ള നല്ല പാട്ടിലൊന്ന് പാടിക്കൂടെ എല്ലാവർക്കും? ഒരു ഉഷാറില്ല ആ പാട്ട് പാടുമ്പോ? സമയമായി കരളുറച്ച് കോർത്ത് കാൽനടയ്ക്ക് പോകണം. ഓക്കെ, ഇവിടെ പാടാം മിസ്സേ. വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. ഓക്കെ, ഒന്നുകൂടി. വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. പറ്റോ? ഓക്കെ, ആദ്യ കൈ നോക്കും. പഠിക്കാം. വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകണം. ഓക്കെ, നെക്സ്റ്റ് ആർക്കാ പാടണ്ടേ? ദേവർഷക്ക് പാടണോ? ദേവർഷ പാടിക്കോ. വേണ്ടേ? പാടി. വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. ഓക്കെ, നെക്സ്റ്റ് അടുത്താരാന്ന് ഒരാള് നീലാഞ്ജന കൈപ്പൊക്കുന്നുണ്ട്. നീലാഞ്ജന. വരിക സഹചരെ സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. ഓക്കെ, നെക്സ്റ്റ് നിവേദ്യ. പഠിക്കോ നിവേദ്യ?
എന്തോന്ന്? നിവേദ്യ മിസ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പാടിക്കോ. വരിക വരിക സഹജരെ സഹന സമയം സമരസമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്ക് പോകണം. ഓക്കെ, നെക്സ്റ്റ് നൈല. നൈല ഷക്കീർ. വരിക വരിക സഹജമായി സഹന സമര കരകുറച്ച് കൈകൾ കോർത്ത് കാൽനടക്ക് പോകണം. അനുഗ്രഹ. വരിക സഹജരെ സഹന സമയം സമരസമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്ക് പോകണം. നെക്സ്റ്റ് മറ്റാർക്കാ വേണ്ടേ? ആയുഷ്. വരിക വരിക സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്ക് പോകണം. ഓക്കെ, നെക്സ്റ്റ് നിയ. നിയ. വരിക വരിക സഹജരെ സരക്ക് സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. കാൽനടക്ക് പോകണം. കാൽനടയ്ക്ക് പോകണം. കാൽനടയ്ക്ക് പോകണം. നിയ ഒരുപാട് വലിയ പാട്ടെല്ലാം പാടുന്ന ആളല്ലേ നിയ? ഇപ്പൊ മറന്നുപോയല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആർക്ക് പാടണം? വരിക വരിക സഹജരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. പഠിച്ചോ? ആദ്യത്തെ രൂപ കൈവെക്കുന്നുണ്ട്. ആദ്യത്തെ പഠിക്കോ. വരിക വരിക സഹജരെ സഹന സമര സമയമായി അൻവിത. വരിക വരിക സഹജരെ സഹന സമര സമയമായി കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. ദീക്ഷിത്. ദീക്ഷിതേ അൺമ്യൂട്ട് ചെയ്തോ, പഠിക്കോ. വരിക വരിക സഹജരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. ഓക്കെ, നെക്സ്റ്റ് അമൃത. വരിക വരിക സഹജത്തെ സഹന സമര സമയമായി കരളുറച്ച് കൈത്ത് കാൽനടയ്ക്ക് പോകണം. നെക്സ്റ്റ് ആർക്കാ പാടണ്ടേ? ഇത് നല്ലൊരു വിപ്ലവഗാനാണല്ലേ? എന്തൊക്കെയാണ്? വരിക വരിക സഹചര്യ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം പറഞ്ഞല്ലേ?
എന്തോ രസം സുഖമില്ല നിങ്ങൾക്ക് കേൾക്കുമ്പോ പാട്ട്. ഇനി ആർക്കാ പാടേണ്ടത്? ഓക്കെ, അസ്ലഹക്ക്. പഠിക്കോ. അസ്ലഹ പാടിക്കോ. വരിക വരിക സഹചരേ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകുക. ഓക്കെ, നെക്സ്റ്റ് ആർക്കാ പാടണ്ടേ? ആർക്കും പാടണ്ടേ ഇനി? ജോവിൻ പാടിക്കോ. ജോവിൻ. കേൾക്കുന്നില്ല. വരിക വരിക സഹചരേ ഓക്കെ, നെക്സ്റ്റ് ആർക്കാ? അയാൻ വിജേഷിന് പാടണോ? ഇവിടെ ആരെല്ലാം ഉണ്ടല്ലോ. അമാൻ മാധവ് ഉണ്ട്. ആർക്കും കൈപോക്കണ്ട. എല്ലാരും അടുത്ത ക്ലാസ്സിൽ പാടണേ കേട്ടോ. പഠിച്ചിട്ട് വരണേ നല്ല വൃത്തിക്ക്. എല്ലാരെ കൊണ്ട് പഠിപ്പിക്കുക കേട്ടോ. അപ്പൊ അടുത്ത നമ്മൾ എന്താണ്? താഴെ കുറച്ച് പിക്ചർ കണ്ടോ? ആരൊക്കെയാ? അതാരാണ്? ഫസ്റ്റ് വൺ ആരാണ്? ആരാണ് അയാൻ താഴെ കണ്ട പിക്ചറ്? ആ പാട്ട് കഴിഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോ കാണുന്നില്ലേ? എത്ര പേര്? 4 പേരുണ്ട് അവിടെ. ഫസ്റ്റ് വൺ ആരായാൻ വിജേഷേ? അൺമ്യൂട്ട് ചെയ്ത് പറ. അയാൻ ആരാണ് ആ പിക്ചറിലുള്ള ആള്? ഫസ്റ്റ് ജവഹർ. ഓക്കെ, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ അറിയോ നിങ്ങൾക്ക്? ആരാണ് ജവഹർലാൽ നെഹ്റു? നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അല്ലേ ജവഹർലാൽ നെഹ്റു. നെഹ്റുവിനെ പറ്റി വേറെ എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? ആർക്കെങ്കിലും അറിയോ? അൺമ്യൂട്ട് ചെയ്ത് തരാം മിസ്. കൈബൊക്ക്. എന്തൊക്കെ അറിയാ? ആർക്കും ഒന്നും അറിയില്ല. ഒന്ന് കൈബൊക്ക് അറിയുന്നവര്. ഓക്കെ, നെഹ്റുവിനെ പറ്റി അയാൻ വിജേഷൻ ഇവിടെ പറയുന്നു. എന്തൊക്കെ അറിയാം? നമ്മുടെ സ്വന്തം ചാച്ചാജിയാണ് ജവഹർലാൽ നെഹ്റു അല്ലെ. ചാച്ചാജി എന്നാണ് കുട്ടികൾ സ്നേഹപൂർവ്വം ജവഹർലാൽ നെഹ്റുവിനെ വിളിക്കുന്നത്. ഗാന്ധിജീനെ എന്താ പറഞ്ഞേ? ബാപ്പുജി അല്ലെ. അപ്പൊ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് വൺ അല്ലെ. പിന്നെയോ ഏത് ദിവസം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ? ജന്മദിവസം എപ്പോഴാണ്? അന്ന് നമ്മൾ എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? ആർക്കറിയാം? ആർക്കറിയാം? ആയുഷ് കൈവെക്കുന്നുണ്ട്. പറഞ്ഞോ ആയുഷ്. എന്തായിട്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിവസം നമ്മൾ ആഘോഷിക്കുന്നത്? ജന്മദിനം നവംബർ 16. ഗുഡ്, വെരി ഗുഡ്. നവംബർ 14 അല്ലെ അദ്ദേഹത്തിന്റെ ജന്മദിനം. അന്ന് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? ശിശുദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലെ. ചിൽഡ്രൻസ് ഡേ നമ്മൾ സ്കൂളിൽ നിന്ന് ആഘോഷിക്കാറില്ലേ? ഒരു റോസാപ്പൂ പോലെ നമ്മളിവിടെ കുത്തി വൈറ്റ് ഡ്രസ്സെല്ലാം ഇട്ട് പോയത് ഓർമ്മയുണ്ടോ? അപ്പോ അന്നാണ് നെഹ്റുവിന്റെ ജന്മദിനം അല്ലെ. അപ്പോ നെഹ്റുവിനെ നമ്മൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. പിന്നെന്താ അറിയാ?
നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി നമ്മള് ആചരിക്കുന്നു അല്ലെ. ചാച്ചാജി എന്നാണ് നമ്മള് സ്നേഹപൂർവം അദ്ദേഹത്തെ വിളിക്കുന്നത്. അടുത്ത ആരാ? അബ്ദുൾ കലാം ആസാദ്. ആരാണ് രണ്ടാമത്തെ പിക്ചറിൽ? ആരാ? ആർക്കറിയാം? ചോദിച്ചില്ല, ചോദിക്കാതെ അങ്ങ് പറഞ്ഞു. ആരാണ്? അമൃത പറയുന്നുണ്ട്. അമൃത, എന്താണ് അമൃത? ആരാണ്? അബ്ദുൽ കലാം. അബ്ദുൾ കലാം ആസാദ്. അബ്ദുൾ കലാം ആസാദിനെ പറ്റി ആർക്കറിയാം? ആർക്കെങ്കിലും അറിയോ? ആസാദിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരാണ് മക്കളെ ആസാദ്? ആർക്കും അറിയില്ല? ആയിഷ പറയുന്നുണ്ട് ആദ്യം. എന്താ ആയിഷേ? സ്വാതന്ത്ര്യ സമര തേരാളി. സ്വാതന്ത്ര്യ സമര തേരാളിയാണ്. പിന്നെയോ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയാണ് ആര്? അംബേദ്കർ അല്ലെ. അല്ല, സോറി, ഡോക്ടർ അംബേദ്കറിന്റെ കാര്യം മിസ് പറഞ്ഞു. ധീരദേശാഭിമാനി ഒരാളാണ് കലാം ആസാദ് അല്ലെ, അബ്ദുൾ കലാം. പിന്നെ എന്തറിയാം? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം അല്ലേ, ആസാദ്. അറിയോ? അപ്പൊ അതാണ് അബ്ദുൾ കലാം ആസാദ്. രണ്ടാമത്തെ പിക്ചറിലുള്ള ആളാരാണ്? അബ്ദുൾ കലാം ആസാദ്. എന്താണ്? ഒന്നുകൂടി വായിച്ചു നോക്കിയേ എല്ലാവരും. അപ്പൊ ആദ്യം നമ്മൾ നെഹ്റുവിനെ കണ്ടു, അടുത്തത് അബ്ദുൾ കലാം ആസാദ് അല്ലേ. നെക്സ്റ്റ് ആരാണ് പിക്ചറിൽ കാണുന്ന ആള്? ആർക്കറിയാം? അടുത്ത ആരെയാണ് കാണുന്നത് നമ്മള്? ആരാണ് മക്കളെ പിക്ചറിലുള്ളത്? ആർക്കും അറിയില്ല. ഓക്കെ, അൻവിത പറയുന്നുണ്ട്. അൻവിത, എന്താ? ആരാ അൻവിത? സരോജന നായിഡു. സരോജിനി നായിഡു അല്ലെ. സരോജിനി നായിഡു ആണ് ആ പിക്ചറിൽ കാണുന്നത്, മൂന്നാമത്തെ അല്ലെ. സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് സരോജിനി നായിഡുവിനെ അറിയപ്പെടുന്നത് അല്ലെ. ഇന്ത്യയുടെ വാനമ്പാടി. ഓക്കെ. പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയായ കവയിത്രി കൂടിയാണ് സരോജിനി നായിഡു അല്ലെ. അപ്പോ ആദ്യത്തെ ജവഹർലാൽ നെഹ്റു, രണ്ടാമത്തെ അബ്ദുൾ കലാം ആസാദ്, പിന്നെയോ മൂന്നാമത്തത് സരോജിനി നായിഡു. നെക്സ്റ്റ് ആര്? ആരാത്? ബിയോണ കൈവക്കുന്നുണ്ട്. ബിയോണ ആരാത്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ എന്താ വിളിക്കുന്നത് അറിയോ? ഓക്കെ, ഇവിടെ അലൻ കൈവക്കുന്നുണ്ട്. എന്താ അലൻ? നേതാജി. നേതാജി. ഓക്കെ, നേതാജി. അപ്പോ ചാച്ചാജീനെ നമ്മൾ പഠിച്ചു, ബാപ്പുജീനെ പഠിച്ചു, നേതാജീനെ പഠിച്ചു അല്ലെ. പിന്നെ സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടും അല്ലെ. ഓക്കെ. അപ്പോ സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ നേതാജി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നേതാജി, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവരൊക്കെ ആരാ? നമ്മുടെ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി വളരെയധികം പ്രയത്നിച്ച ആളാണ് അല്ലെ. അപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരദേശാഭിമാനിയാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. ഓക്കെ. അപ്പൊ നമ്മുടെ ജവഹർലാൽ നെഹ്റു, രണ്ടാമത്തത് അബ്ദുൾ കലാം ആസാദ്, നെക്സ്റ്റ് സരോജിനി നായിഡു, അത് കഴിഞ്ഞോ സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ. അപ്പോ ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാ? നെഹ്റു, ബാപ്പുജി, ഗാന്ധിജി, നേതാജി, സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. സരോജിനി നായിഡുവിനെ കണ്ടു, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. ഓക്കെ. അപ്പൊ അത്രയാണ് നമ്മൾ പഠിച്ചു. പിന്നെ ആസാദിന് എന്താ പറഞ്ഞേ? ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും പിക്ചർ നിങ്ങൾക്ക് അറിയാലോ, ആളെ അറിയാലോ. ഇപ്പോ അബ്ദുൾ കലാം ആസാദിനെ അറിയാം. അപ്പൊ നെഹ്റു, അബ്ദുൾ കലാം ആസാദ്, സരോജിനി നായിഡു, സുഭാഷ് ചന്ദ്ര. ഓക്കെ. അപ്പൊ അത്രയും ധീരദേശാഭിമാനികളെ നമ്മൾ കണ്ടു അല്ലെ.
അപ്പൊ ആ ഒരു പാഠത്തിന്റെ നമ്മളിത് കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാ മക്കളും നല്ല പോലെ വായിച്ചിട്ട് വരുന്ന അടുത്ത ദിവസം എല്ലാരും ഇത് മുതലേ വായിപ്പിക്കും. പിന്നെ ഏതാണ് 14ാമത്തെ ലെസന്റെ ഡിക്റ്റേഷൻ. ഓർക്കണേ എല്ലാവരും, അതിൽ കുറച്ച് വേർഡ്സുകള് മിസ് ഡിക്റ്റേഷൻ പഠിച്ചിട്ട് വരുക കേട്ടോ. ഓക്കെ ബൈ. സമയം കഴിഞ്ഞു. ഓക്കെ ബൈ.